ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നായകനാണ് രോഹിത്. മുംബൈ ഇന്ത്യൻസിനെ 5 തവണ കിരീടം ചൂടിച്ച നായകനാണ് രോഹിത്. സച്ചിൻ ടെണ്ടുൽക്കർ, റിക്കി പോണ്ടിംഗ് തുടങ്ങിയ പല ഇതിഹാസങ്ങളും ശ്രമിച്ചിട്ട് നടക്കാത്ത നേട്ടത്തിലേക്കായിരുന്നു രോഹിത് മുംബൈയെ എത്തിച്ചത്. എന്നാൽ മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ മാറ്റുകയും നായകനായി ഹാർദിക് പാണ്ഡ്യയെ എത്തിക്കുകയും മുംബൈ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ ക്യാപ്റ്റൻ അല്ലാതെ ഇറങ്ങുന്ന രോഹിത്തിന് മുന്നിലെ വലിയ വെല്ലുവിളി എന്താണെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് മുൻ ഓസീസ് നായകൻ ആരോൺ ഫിഞ്ച്. നായകൻ എന്ന ഭാരം തോളിലില്ലാതെ ഓപ്പണറായി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുകയെന്നതാണ് രോഹിത്തിന് മുന്നിലെ വലിയ വെല്ലുവിളിയായി കരുതുന്നത്. നിരവധി വർഷങ്ങളായി മുംബൈക്കായി മികച്ച പ്രകടനങ്ങൾ രോഹിത് നടത്തുന്നുണ്ട്. ക്യാപ്റ്റനായി തുടർച്ചയായി നിൽക്കുമ്പോൾ എവിടെ പോയാലും വലിയ ബഹുമാനവും അംഗീകാരവും ലഭിക്കും. വർഷങ്ങളോളം ക്യാപ്റ്റനായ ശേഷം പെട്ടെന്ന് ക്യാപ്റ്റൻ അല്ലാതെ കളത്തിലിറങ്ങുമ്പോൾ അത് രോഹിത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് എന്നും ആരോൺ ഫിഞ്ച് പറഞ്ഞു. ഇപ്പോൾ ക്യാപ്റ്റൻ എന്ന ഭാരമില്ലാതെ രോഹിത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ വ്യക്തിപരമായും മുംബൈക്കും അത് ഗുണകരമാവുമെന്നാണ് കരുതുന്നത് എന്നും ഫിഞ്ച് കൂട്ടിച്ചേർത്തു. മറ്റൊന്ന്, മുംബൈ ഇന്ത്യൻസിലേക്ക് മടങ്ങിയ ഹാർദിക് പാണ്ഡ്യയെ തടയാനോ ഗുജറാത്ത് ടൈറ്റൻസിൽ തന്നെ നിർത്താനോ താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുഖ്യ പരിശീലകൻ ആശിഷ് നെഹ്റ വ്യക്തമാക്കി. ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സ്റ്റാർ ഓൾറൗണ്ടറുടെ അനുഭവ സമ്പത്ത് ടീമിന് നഷ്ടമാകുമെന്നും ഗുജറാത്ത് ടൈറ്റൻസ് ഹെഡ് കോച്ച് ആശിഷ് നെഹ്റ ഇന്നലെ പറഞ്ഞിരുന്നു. ഏത് കായിക ഇനത്തിലും നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് അനുഭവ പരിചയം വാങ്ങാൻ സാധിക്കില്ല. ഹാർദിക് പാണ്ഡ്യയെ പോലെയോ മുഹമ്മദ് ഷമിയെ പോലെയോ ഉള്ള താരങ്ങൾക്ക് പകരം വയ്ക്കുന്നത് എളുപ്പമല്ല എന്നും നെഹ്റ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഹാർദിക് പാണ്ഡ്യയെ പിന്തിരിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. നിങ്ങൾ കൂടുതൽ കളിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവം ലഭിക്കും. മറ്റേതെങ്കിലും ഫ്രാഞ്ചൈസിയിലേക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് അവനെ തടയാമായിരുന്നു. അവൻ മുംബൈ ഇന്ത്യൻസിലേക്കാണ് പോയത്. അവൻ മുൻപ് 5 അല്ലെങ്കിൽ 6 വർഷം അവിടെ കളിച്ചിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസിൽ നിന്ന് തന്നെ ഏറെ മികച്ച ഓർമ്മകളും ഹാർദിക്കിനുണ്ടാകും. അതേപോലെ ഏറെ പ്രിയപ്പെട്ടതുമായിരിക്കും അവന് മുംബൈ ഇന്ത്യൻസ് എന്നും നെഹ്റ കൂട്ടിച്ചേർത്തു.